കാലാവധി തീരും മുൻപേ PV അൻവർ രാജിവെച്ച് പുറത്തേക്ക്. PV അൻവറിന്റെ രാജി മമതയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുമ്പോഴും സമയം ഒത്തുവന്നപ്പോൾ പണി കൊടുത്ത് പൂട്ടിയതാണെന്ന് പൊതുവെ ഒരു അടക്കം പറച്ചിലുണ്ട്. ഒരിക്കൽ CPMന് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ, ഇടതു സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് ജയിച്ചെങ്കിലും ഭൂമി കയ്യേറ്റം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ നിരവധി കടുത്ത ആരോപണങ്ങൾ PV അൻവറിനെതിരെ നിരന്തരമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. PV അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണെങ്കിലും ചില പ്രശ്നങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നകന്ന അദ്ദേഹം LDFുമായി സഖ്യമുണ്ടാക്കിയതുപോലും രാഷ്ട്രീയ തന്ത്രമാണെന്ന് ആരോപണമുണ്ട്. 2024 ഇടതുപക്ഷ MLA ആയിരിക്കെ തന്നെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലെ അഴിമതിയെക്കുറിച്ചും ADGP ആയ MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത് ഏറെ കോളിളക്കമുണ്ടാക്കി. ഇതോടെ PV അൻവറിന്റെ തുറന്നു പറച്ചിലുകളിൽ ആരാധകരായവർ വരെയുണ്ട്. അന്ന് ഈ വാർത്ത മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കൊണ്ടാടി. പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അൻവർ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും നിരവധിയായിരുന്നു. ഇതിനു പുറമെ അൻവർ പാർട്ടിക്കും സർക്കാരിനും തീരാത്ത തലവേദന ഉണ്ടാക്കുന്ന ആളാണെന്നുള്ള വിമർശനങ്ങളും ഉയർന്നു. 2024 LDFിൽ നിന്ന് അൻവർ പുറത്തായത്. CPMന്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അൻവർ സ്വന്തമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പുതുപാർട്ടിക്ക് കനത്ത ക്ഷീണമുണ്ടാക്കി. ഒറ്റയ്ക്ക് നിന്നാൽ നിലമ്പൂരിനു പുറത്ത് അൻവറിന് കാര്യമായ പ്രസക്തിയില്ലെന്ന വിമർശനം അതും വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇതിനിടെ UDFിൽ കയറിപ്പറ്റാൻ അൻവർ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ആരോപണങ്ങൾ ഉയർന്നു. അങ്ങനെ സംഭവിച്ചാൽ UDFിൽ ഭിന്നതകൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. എന്തായാലും പാർട്ടിയിലെ ഉന്നതർക്കെതിരെയും പിണറായി വിജയനെതിരെയും അൻവർ തിരിയാനുള്ള കാരണം വ്യക്തമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള അൻവറിന്റെ ധൈര്യം വലിയ ചർച്ചയായി. ഇതോടെ PV അൻവറിനെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും കൂടി. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിനു പുറമെ പല കേസുകളിലും അന്വേഷണം വീണ്ടും വേണമെന്ന PV അൻവറിന്റെ ഇടപെടലുകളിൽ പാർട്ടിയിൽ തന്നെ വലിയ വിവാദങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള മാർച്ചിനിടെ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണത്തെ തുടർന്ന് അൻവർ ജയിലിൽ കയറി ഇറങ്ങേണ്ടി വന്നു. എന്നാൽ കാര്യങ്ങൾ ഇവിടെ നിന്നങ്ങോട്ട് മാറി മറിയുകയായിരുന്നു. അൻവറിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ഒക്കെ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു. VD സതീശനെതിരെ 150 കോടിയുടെ കോഴ ആരോപണം അൻവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ആവശ്യപ്പെട്ടിട്ടാണ് താൻ സതീശനുമേൽ കോഴ ആരോപണം ഉന്നയിച്ചത് എന്ന് അൻവർ പറഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നൽകിയ പ്രതികരണത്തിലാണ് ഇത് വ്യക്തമാക്കിയത്. സംഭവത്തിൽ VD സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്തു. പാർട്ടിയുടെ കൈകളാണ് ഇതിന്റെയെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിലേക്കാണ് അൻവറിന്റെ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയ തലങ്ങളിലേക്ക് PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് കേരള സംസ്ഥാന കൺവീനർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹം. പാർട്ടി ചെയർപേഴ്സണും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് അൻവറിനെ പാർട്ടിയുടെ പുതിയ സ്ഥാനത്തേക്ക് നിയമിച്ചത്. MLA സ്ഥാനം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തെ സംസ്ഥാന കൺവീനറാക്കിയുള്ള പ്രഖ്യാപനമുണ്ടായത്. ഇന്ന് പിണറായിസം അവസാനിക്കാൻ 482 ദിവസം മാത്രമാണുള്ളതെന്നാണ് അൻവർ പറയുന്നത്. പിണറായിസത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ അൻവറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് ഇതിനോടകം ചർച്ചാ വിഷയമായി കഴിഞ്ഞു.